നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ടിബറ്റിൽ റെക്ടർ സ്കെയിലിൽ 5.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായെന്ന വാർത്ത പുറത്തുവരികയാണ്. ഇന്ന് രാവിലെ ഇന്ത്യൻ സമയം പുലർച്ചെ 2:41 ഭൂചലനം അനുഭവപ്പെട്ടത്. ടിബറ്റിൽ ആകെ ചലനം അനുഭവപ്പെട്ടപ്പോൾ നാശനഷ്ടങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല എന്ന് ദേശീയ മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. തിങ്കളാഴ്ച പുലർച്ചെയാണ് ടിബറ്റിനെ കുലുക്കി ഭൂചലനം അനുഭവപ്പെട്ടത്. ഭൂനിരപ്പിൽ നിന്ന് 10 കിലോമീറ്റർ താഴെയാണ് പ്രഭവ കേന്ദ്രമെന്ന് നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി അറിയിച്ചു. ഇത്തരം ചലനങ്ങൾ വലിയ ഇമ്പാക്ട് സൃഷ്ടിക്കാൻ സാധ്യതയുള്ളവയാണ്. പക്ഷേ ഇപ്പോൾ നിലവിൽ ഈ ഒരു ചലനത്തിന് പിന്നാലെ തന്നെ ഇവിടെ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ആൾനഷ്ടമോ അല്ലെങ്കിൽ മറ്റ് നാശനഷ്ടങ്ങളോ ഒന്നും തന്നെ ടിബറ്റനിൽ സംഭവിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. എന്തായാലും തറനിരപ്പിൽ നിന്ന് ഏറെ താഴെ സംഭവിക്കുന്ന ചലനങ്ങളെക്കാൾ ഊർജം ഇത്തരം ഷാലോ ഭൂചലനങ്ങൾ ഭൂനിരപ്പിൽ സൃഷ്ടിക്കും. ഇത് നാശനഷ്ടങ്ങൾക്ക് സാധാരണയായി സാധ്യത വർദ്ധിപ്പിക്കും. എങ്കിലും ടിബറ്റിലെ ഈ ചലനത്തിൽ നാശനഷ്ടങ്ങളോ പരിക്കോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അധികൃതർ ടിബറ്റിലെ സാഹചര്യം പരിശോധിച്ചു വരികയാണ്. തുടർചലനങ്ങൾ രേഖപ്പെടുത്തിയതായി റിപ്പോർട്ടുകൾ ഇല്ല. ശക്തമായ ഭൂചലനങ്ങൾ പതിവായ ഇടമാണ് ടിബറ്റൻ. കഴിഞ്ഞ കുറച്ചാഴ്ചകളായി ചലനങ്ങൾ ടിബറ്റിൽ അനുഭവപ്പെട്ടിരുന്നു. മെയ് 9 പ്രാദേശിക സമയം രാത്രി 8:18 3.7 തീവ്രതയുള്ള ചലനം ടിബറ്റിൽ രേഖപ്പെടുത്തിയിരുന്നു. ഏപ്രിൽ 23 റെക്ടർ സ്കെയിലിൽ 3.9, 3.6 തീവ്രതയുള്ള ഭൂചലനങ്ങളും ടിബറ്റിൽ അനുഭവപ്പെട്ടു. ഭൂനിരപ്പിൽ നിന്ന് 10 കിലോമീറ്റർ താഴ്ചയിലായിരുന്നു ഈ രണ്ട് ചലനങ്ങളുടെയും പ്രഭവ കേന്ദ്രം. അതിതീവ്ര ഭൂചലനങ്ങളുടെ ചരിത്രമുള്ള ഇടമാണ് ടിബറ്റൻ. ഭൂമിയിൽ ഭൂകമ്പങ്ങൾക്ക് ഏറ്റവും സാധ്യതയുള്ള ഇടങ്ങളിൽ ഒന്നായ ഇന്ത്യ യുറേഷ്യൻ ടെക്ടോണിക് പ്ലേറ്റുകൾക്ക് ഇടയിലാണ് ടിബറ്റിന്റെ സ്ഥാനം. ഇത് അതീവ ടിബറ്റൻ പ്ലേറ്റിനെ അപകടകരമായ മേഖലയാക്കി മാറ്റുന്നുണ്ട്. അതിനാൽ തന്നെ ഭൂകമ്പങ്ങൾ ടിബറ്റിൽ പതിവാണ്. നേപ്പാളിലും ഇതേ സമാന സാഹചര്യമാണ് ഉള്ളത്. പാകിസ്ഥാനിൽ വീണ്ടും ഭൂചലനം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം 5.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായത്. 24 മണിക്കൂറിനിടയിൽ ഉണ്ടായ രണ്ടാമത്തെ ഭൂചലനമാണ് ഇത്. 4.0 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ മണിക്കൂറുകൾക്ക് ശേഷമാണ് ഭൂചലനം ഉണ്ടായത്. ഭൂചലനത്തിൽ നാശനഷ്ടങ്ങളോ പരിക്കുകളോ ഉണ്ടായതായി റിപ്പോർട്ടുകൾ പറയുന്നില്ല. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. കഴിഞ്ഞ തിങ്കളാഴ്ചയും പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും റെക്ടർ സ്കെയിലിൽ 4.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായിരുന്നു. പാകിസ്ഥാനിൽ ഭൂചലനം വരുമ്പോൾ റെക്ടർ സ്കെയിലിൽ 4 മുകളിലാണ് എല്ലായ്പ്പോഴും രേഖപ്പെടുത്താറുള്ളത് എന്നതുകൂടി ശ്രദ്ധേയമാണ്. നാഷണൽ സെന്റർ ഫോർ സീസ്മോളജിയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയിച്ചത്. ശനിയാഴ്ച പുലർച്ചെ 1:44 ഭൂചലനം അനുഭവപ്പെട്ടു. ഭൂചലനത്തിൽ നാശനഷ്ടങ്ങളോ പരിക്കുകളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ തിങ്കളാഴ്ച പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും റെക്ടർ സ്കെയിലിൽ 4.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായിരുന്നു. ഭീകരവാദത്തിന് പ്രോത്സാഹനം നൽകുന്ന പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് ഇരിക്കുകയാണ് സ്വന്തം പ്രകൃതി പോലും. ഭൂപ്രകൃതി പോലും വീണ്ടും പാകിസ്ഥാനിൽ ഭൂചലനം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും ഭൂകമ്പ സാധ്യതയുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് പാകിസ്ഥാൻ. ഒരുപക്ഷെ ടിബറ്റൻ കഴിഞ്ഞതിന് ശേഷം നിരവധി പ്രധാന ഭൂകമ്പങ്ങൾ ഈ ഭൂകമ്പ സ്ഥലങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. തൽഫലമായി പാകിസ്ഥാനിൽ ഭൂകമ്പങ്ങൾ ഇടയ്ക്കിടെ സംഭവിക്കുകയും വിനാശകരമായി മാറുകയും ചെയ്തിട്ടുണ്ട്. റെക്ടർ സ്കെയിലിൽ 4.2 തീവ്രത രേഖപ്പെടുത്തിയ ആളഭയമോ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് പാകിസ്ഥാനിൽ റെക്ടർ സ്കെയിലിൽ 4.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായത് എന്ന് നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി അറിയിച്ചു. ടൈംസ് ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള ദേശീയ മാധ്യമങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്തു. തിങ്കളാഴ്ച അഫ്ഗാനിസ്ഥാനിലും 4.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായതായി NCS അറിയിച്ചു. തുടർചലനങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. ആഴം കുറഞ്ഞ ഭൂകമ്പങ്ങൾ ആഴത്തിലുള്ള ഭൂകമ്പങ്ങളെക്കാൾ അപകടകരമാണ്. കാരണം അവ ഭൂമിയുടെ ഉപരിതലത്തോട് അടുക്കുമ്പോൾ കൂടുതൽ ഊർജ്ജം പുറത്തുവിടുകയും ശക്തമായ ഭൂചലനത്തിന് കാരണമാവുകയും ചെയ്യും. 2024 പാകിസ്ഥാനിൽ നിരവധി ഭൂകമ്പങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. റെക്ടർ സ്കെയിലിൽ 1.5 അല്ലെങ്കിൽ അതിൽ കൂടുതൽ തീവ്രത ഏകദേശം 167 ഭൂകമ്പങ്ങൾ രേഖപ്പെടുത്തി. ഈ ഭൂകമ്പങ്ങൾ നേരിയതോ മിതമോ ആയതുമായിരിക്കും. അതുപോലെ തന്നെ ഖൈബർ പഖ്തൂൺഖ്വ, ഗിൽഗിറ്റ്, ബാൾട്ടിസ്ഥാൻ, ബലൂചിസ്ഥാൻ എന്നിവ ഉൾപ്പെടെയുള്ള വടക്കൻ പടിഞ്ഞാറൻ പ്രദേശങ്ങളിലാണ് ഭൂകമ്പ പ്രവർത്തനങ്ങൾ പ്രധാനമായും കേന്ദ്രീകരിച്ചത്. സെപ്റ്റംബറിൽ ഇസ്ലാമാബാദിനെയും പഞ്ചാബ്, KP എന്നിവയുടെ ചില ഭാഗങ്ങളെയും ബാധിച്ച 5.7 തീവ്രതയുള്ള ഭൂകമ്പവും പെഷവാറിലും പരിസര പ്രദേശങ്ങളിലും നവംബറിലുണ്ടായ 5.2 തീവ്രതയുള്ള ഭൂകമ്പവും ശക്തമായ ഭൂകമ്പങ്ങളിൽ ഉൾപ്പെടുന്നു. 2023 മാർച്ചിൽ ബദഖ്ഷാനിൽ ഉണ്ടായ 6.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഒരു സുപ്രധാന സംഭവമായി മാറിയിരുന്നു. അന്ന് പാകിസ്ഥാനിൽ ഭൂചലനം അനുഭവപ്പെട്ടു. വടക്കൻ പാകിസ്ഥാനിലാണ് പ്രധാനമായ ഭൂകമ്പം അറിയപ്പെടുന്നത്. ഖൈബർ പഖ്തൂൺഖ്വ,
ഗിൽറ്റ, ബർട്ടിസ്ഥാൻ തുടങ്ങിയ പ്രദേശങ്ങളിൽ ആളപായവും നാശനഷ്ടങ്ങളും ഉണ്ടായി. പാകിസ്ഥാൻ ഇന്ത്യൻ യുറേഷ്യൻ ടെക്നോളജിക് പ്ലേറ്റുകളുടെ ഈ സംഗമ സ്ഥാനമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ആഗോളതലത്തിൽ ഏറ്റവും ഭൂകമ്പപരമായ സജീവമായ പ്രദേശങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ്.